നിങ്ങൾ എന്നാണ് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും മോട്ടിവേറ്റഡ് ആയത്? നിങ്ങൾക്ക് ഒരാളൊരു ഹെൽപ്പ് ചെയ്തു, അപ്പോൾ അയാളോട് നിങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ നിങ്ങൾ എന്താ പറയാ? താങ്ക്സ്. അതിന് മലയാളം എന്താ? നന്ദി. ഓക്കെ, നന്ദി എന്ന് പറയുന്നതാണോ താങ്ക്സ് പറയുന്നതാണോ നിങ്ങൾക്ക് കംഫർട്ടും കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്നത് താങ്ക്സ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാ? അതേ പദം തന്നെയല്ലേ നന്ദി. നന്ദി. ഐ റിയലി ലവ് വർക്കിംഗ് വിത്ത് യു. നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഫീൽ റിയലി ഹാപ്പി സീയിങ് യു എന്ന് പറയുന്നത് ആ മനുഷ്യന് കൊടുക്കുന്ന അപ്രീസിയേഷൻ. നമുക്ക് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ സ്റ്റാഫുകളെ നമുക്ക് മോട്ടിവേറ്റഡ് ആക്കി നിർത്താൻ കഴിയുക? അതിന് ഉത്തരം കണ്ടെത്തി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്നാണ് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും മോട്ടിവേറ്റഡ് ആയത്? എന്ത് സംഭവിച്ചപ്പോഴാണ് ആ മോട്ടിവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്? എനിക്ക് തോന്നുന്നത് ഞാൻ അവസാനം ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ടീം ലീഡർ നമ്മൾ ചെയ്യുന്ന വളരെ ചിലപ്പോൾ അദ്ദേഹം രാത്രി 10 മണിക്കൊക്കെ വിളിച്ചിട്ട് ഇന്ന് ആ മീറ്റിങ്ങിലിരുന്ന് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അത് നല്ലൊരു വർക്കായിരുന്നു എന്ന് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് നമ്മളൊന്നും ആരും ശ്രദ്ധിക്കാത്ത, എനിക്ക് ഇതുവരെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ പ്രൊജക്റ്റ് ശരിക്ക് ഞാൻ വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു ഈ വർക്ക് ചെയ്തിരുന്നത്. അതൊരു നോൺ പ്രോഫിറ്റ് പ്രൊജക്റ്റ് ആയിരുന്നു. പക്ഷെ ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൊരു മടി തോന്നായിരുന്നു. അതിലെനിക്ക് തോന്നുന്നു ഈ ലീഡറിന്റെ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ആ സമയത്ത് വിളിച്ചിട്ട് അന്ന് നടന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആ ലീഡർ കാണിച്ച മനസ്സ്, അത് അയാളുടെ കൾച്ചറാണ്. ഈ കൾച്ചറാണ് എപ്പോഴും സ്റ്റാഫിനെ മോട്ടിവേറ്റഡ് ആയിട്ട് നിലനിർത്തുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും അവർ ചെയ്യുന്ന എഫേർട്ടിനെ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആളുകൾക്ക് ബേൺ ഔട്ട് ഉണ്ടാകുന്നത് അവരുടെ വർക്ക് ലോഡ് കൊണ്ട് മാത്രമല്ല, അവരുടെ എഫേർട്ടിനെ കാണാതെ പോകുന്നത് കൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഒരു കൾച്ചർ ഓഫ് അപ്രീസിയേഷൻ നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ മനസ്സിലാക്കുക, ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം, ഒരു ഗ്രാൻഡ് ഇവൻ്റ് ആയിട്ട് അത് നടക്കണം, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഭയങ്കരമായ അച്ചീവ്മെൻ്റ് ഉണ്ടായാൽ മാത്രമാണ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ കൾച്ചർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അതൊരു ഗ്രാൻഡ് ഇവൻ്റ് അല്ല, ഡെയിലി സിഗ്നലാണ്, മൈക്രോ ഫ്യൂവലാണ്. ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്ന മൈക്രോ ഫ്യൂവലാണ് ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഈ ഒരു കൾച്ചർ ഓഫ് അപ്രീസിയേഷൻ നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ ആൾക്കാർ തീർച്ചയായിട്ടും മോട്ടിവേറ്റഡ് ആയിരിക്കും. കാരണം മനുഷ്യനത് കൊടുക്കുന്ന, മനുഷ്യൻ്റെ മനസ്സിന് കൊടുക്കുന്ന ഒരു സുഖം എന്ന് പറയുന്നത് അത് വാക്കുകൾക്ക് അപ്പുറത്തുള്ളതാണ്. നമ്മൾ എഫേർട്ടിനെ മനുഷ്യന്മാർ കാണുന്നു, നമ്മളെ വാല്യൂ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ചെറിയ ചെറിയ ക്വാളിറ്റീസിനെ പോലും നോട്ടീസ് ചെയ്യുകയും അത് നമ്മളോട് പറയുകയും ചെയ്യുന്നു. അത് ആൾക്കാരുടെ ഉള്ളിൽ വല്ലാത്തൊരു എന്താ പറയുക, സെൽഫ് വർത്ത് ഉണ്ടാക്കും. ഞാനിവിടെ വാല്യൂഡ് ആണ് എന്നുള്ളത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അതൊരു കാരണമാവും. അപ്പോൾ ഈ കൾച്ചർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നിർത്തും. നമ്മൾ ഭയങ്കര പിശുക്കന്മാരാണ്. ഒരാളെ നമ്മളെ ഭാഷയിൽ തന്നെ ഒരാളോട് നല്ലത് പറയാൻ എത്ര വാക്കുകൾ നമ്മളെ ഭാഷയിലുണ്ടെന്ന് നോക്കി. മോശം പറയാൻ ഇഷ്ടം പോലെ വാക്കുകളുണ്ടാവും അല്ലേ? പക്ഷേ ഒരാളോടുള്ള നിങ്ങളുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ, നിങ്ങളുടെ സ്നേഹം അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അയാളുടെ ഒരു നന്മ എടുത്ത് പറയാൻ വൊക്കാബുലറി പോലും നമ്മളെ ഭാഷയിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൾച്ചർ തന്നെ നമുക്കില്ല എന്നുള്ളതല്ലേ. ഇപ്പോൾ നമ്മൾ അറബിക്, ഉറുദു, ഇംഗ്ലീഷ് ഈ ഭാഷകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാളോടുള്ള ഇഷ്ടം പറയാൻ അവർക്ക് ഇഷ്ടംപോലെ വൊക്കാബുലറിയും ഫ്രേസസും ഉണ്ട്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരാളൊരു ഹെൽപ്പ് ചെയ്തു, അപ്പോൾ അയാളോട് നിങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ നിങ്ങൾ എന്താ പറയാ? താങ്ക്സ്. അതിന് മലയാളം എന്താ? നന്ദി. ഓക്കെ, നന്ദി എന്ന് പറയുന്നതാണോ താങ്ക്സ് പറയുന്നതാണോ നിങ്ങൾക്ക് കംഫർട്ടും കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്നത് താങ്ക്സ് എന്ന് പറഞ്ഞു? അതെന്തുകൊണ്ടാ? അതേ പദം തന്നെയല്ലേ നന്ദി. നന്ദി. അതെ. താങ്ക്സ് എന്ന് പറയുന്നതിന് അത്രയേ ഉള്ളൂ. നന്ദി എന്ന് പറയാനും എടുക്കുന്ന സമയം, അതിനുള്ള എഫേർട്ടൊക്കെ സെയിം ആണ് അല്ലേ? നന്ദി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് താങ്ക്സ് പറയാൻ കംഫർട്ടബിൾ ആണ്, ശുക്രിയ എന്ന് പറയാൻ കംഫർട്ടബിൾ ആണ്, ശുക്രൻ എന്ന് പറയാൻ കംഫർട്ടബിൾ ആണ്.
പക്ഷേ നന്ദി എന്ന് പറയാൻ കംഫർട്ടബിൾ അല്ല. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അയാള് നന്ദി എന്ന് പറയുന്നതിനേക്കാൾ നൻറി എന്ന് പറയാറുണ്ട്. തമിഴിൽ പറയുമ്പോ എന്നാ പോലും ഓക്കെ, എന്നാലും ഞാൻ മലയാളത്തിൽ പറയില്ല. എന്തുകൊണ്ടാ? നമ്മളെ കൾച്ചറിൽ അതില്ലാത്തത് കൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് പോലും നമുക്ക് അത്ര സുഖം കിട്ടാത്തത്. അതിൽ അത്ര അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നെക്സ്റ്റ് ഡേയിൽ സ്ഥാപനത്തിലേക്ക് വരാനൊക്കെ ഒരു എനർജി ഉണ്ടാവും. ഇതിനെയാണ് മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടാകുന്ന ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഈ എനർജിയെയാണ് നമ്മൾ മോട്ടിവേഷൻ വിളിക്കുക. അത് ഈ അപ്രീഷിയേഷനിലൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വലിയ അച്ചീവ്മെന്റ് ആൾക്കാർക്ക് ഉണ്ടാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യരുത്? അപ്രീഷിയേഷൻ കൊടുക്കാൻ വെയിറ്റ് ചെയ്യരുത്. അപ്രീസിയേഷൻ കൊടുക്കുന്നിടത്ത് പിശുക്കും കാണിക്കരുത്. ഗുഡ് ജോബ്, വെൽ ഡൺ, തംസ് അപ്പ് അല്ലേ? നമ്മൾ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എ തംസ് അപ്പ്. ഒരു എംപ്ലോയി അയാൾ ചെയ്ത വർക്ക് ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ അയച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിന് ബോസ് ആകെ കൊടുക്കുന്നത് ഒരു തംസ് അപ്പ് ആയിരിക്കും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തുകൊണ്ടാണ് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റാത്തത്? അത് പിശുക്ക് വിചാരിച്ചിട്ടല്ല, അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് വൾണറബിലിറ്റി. ഒരാളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസിൽ പിടുത്തൊക്കെ ഒന്ന് വിടണം. നിങ്ങൾക്ക് ഇങ്ങനെ സീരിയസ് ഭാവത്തിൽ മസിൽ പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഹൃദയബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ ഈ മസിലൊക്കെ ഒന്ന് അയച്ചാലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു എംപ്ലോയിയോട് ഗുഡ് ജോബ് എന്ന് പറയുന്നതിന് പകരം ഐ സോ ദ വേ യു ഹാൻഡിൽ ദ കസ്റ്റമർ ആൻഡ് അങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കസ്റ്റമർ വന്നു, ആ കസ്റ്റമറെ ഈ എംപ്ലോയി എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അത് മാനേജർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ ശ്രദ്ധിച്ചു, നീ ആ കസ്റ്റമറെ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തത് കണ്ടു. അല്ലെങ്കിൽ ഐ സോ ദ വേ യു സപ്പോർട്ടഡ് ദ ടീം ടുഡേ. ടീമിലൊരു പ്രശ്നമുണ്ടായി, അപ്പോൾ ഈ ടീമിനെ ഈ ആളെങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തത് അത് മുകളിലുള്ള ഒരാൾ നോക്കുകയും കാണുകയും അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിലൊരു ഫീൽ ഉണ്ടാവും, ഐ എം ഡൂയിങ് എ ഗുഡ് വർക്ക് എന്നുള്ളൊരു സാധനം ഉണ്ടാവും. ആ ഒറ്റ വാക്ക് മതിയാവും അന്ന് അയാൾ എടുത്ത ചലഞ്ച്, അന്ന് അയാൾക്ക് ഉണ്ടായിട്ടുള്ള സ്ട്രെസ്സ്, അതിനൊക്കെ അലിയിച്ച് കളയാൻ അത് മതിയാവും. അപ്പോൾ മനുഷ്യർ എപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം. ആ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ അയാൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം. അയാളുടെ ബീയിങ്ങിനും അപ്രീസിയേഷൻ കിട്ടണം, അയാളുടെ ഡൂയിങ്ങിനും അപ്രീസിയേഷൻ കിട്ടണം. അയാൾ ചെയ്യുന്ന കാര്യത്തിനും അപ്രീസിയേഷൻ കിട്ടണം, അയാൾ എന്ന മനുഷ്യനും അപ്രീസിയേഷൻ കിട്ടണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരാളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് അയച്ചു. ദ റിപ്പോർട്ട് വാസ് വെരി ഡീറ്റെയിൽഡ് ആൻഡ് ടു ദ മാർക്ക് നമ്മൾ അയാളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് അയാൾ ചെയ്ത വർക്കിനുള്ള അപ്രീസിയേഷനാണ് അല്ലേ? ഐ റിയലി ലവ് വർക്കിംഗ് വിത്ത് യു. നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഫീൽ റിയലി ഹാപ്പി സീയിങ് യു എന്ന് പറയുന്നത് ആ മനുഷ്യന് കൊടുക്കുന്ന അപ്രീസിയേഷൻ. ഇത് രണ്ടും മനുഷ്യന്മാർക്ക് കിട്ടണം. അത് കുടുംബത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഓഫീസിലായാലും ഇത് തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്കൊരു ഫ്യൂവൽ ഉണ്ടാവും. അത് നമ്മളെ ബയോളജിക്കലി അത് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളെ ഹോർമോൺ ലെവലിൽ നമ്മൾ വളരെ സ്ട്രെസ്ഡായി നിൽക്കുന്ന സമയത്ത് പമ്പ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ടല്ലോ, അതിന് പകരം നമ്മൾ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോൺസ് നമ്മളെ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നമ്മളെ കാമാക്കാൻ ഹെൽപ്പ് ചെയ്യും, നമ്മളെ കുറച്ചും കൂടെ ക്ലാരിറ്റിയോട് കൂടി തിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓക്സിറ്റോക്സിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഉണ്ട്. അത് മനുഷ്യർ അടുപ്പത്തിലും ഇഷ്ടത്തിലും സ്നേഹത്തിലും ഒക്കെ ആകുമ്പോൾ ഉണ്ടാവണം. നമ്മളെ നെർവസ് സിസ്റ്റം ഭയങ്കരമായിട്ട് കാം ഡൗൺ ആവും. നമ്മൾ സർവൈവൽ മൂഡിൽ നിന്ന് കുറേ കൂടെ ക്ലാരിറ്റി മോഡിലേക്ക് നമ്മൾ വരും. അത് വരണമെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റർ, ഈ മൈക്രോ ജസ്റ്റേഴ്സ്, ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഈ കൾച്ചർ ഇങ്ങനെ നിലനിൽക്കണം. ഇത് മുകളിൽ നിന്ന് താഴേക്ക് കിട്ടേണ്ടതല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവേണ്ടതാണ്. അത് പല ഓർഗനൈസേഷനിലും സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്രീസിയേഷൻസ് ഒക്കെ പലപ്പോഴും ആനുവലി ഒരു പരിപാടി വെച്ചിട്ട് അതിൽ നടത്തും, അല്ലെങ്കിൽ ഒരു മന്ത്ലി പെർഫോമൻസ് അവാർഡ് സംഭവങ്ങളൊക്കെ കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു ഔട്ട്കം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനുഷ്യരുടെ ഔട്ട്കമ്മിനെ മാത്രമല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, അവരുടെ എഫേർട്ടിനെ കൂടെ അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങൾ എന്തിനാണോ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത് ആൾക്കാർ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എഫേർട്ടിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ
അവർ കൂടുതൽ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും കൂടുതൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഔട്ട്കം ഉണ്ടാവും. അപ്പോൾ ഔട്ട്കം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ. എഫേർട്ടിനെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുകയും ഔട്ട്കം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം കൈയടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എഫേർട്ട് എടുക്കുമ്പോഴും ആൾക്കാർക്ക് ഡൗട്ട്ഫുൾ ആവൂലേ, അതിനുള്ള ധൈര്യം അവർക്ക് കിട്ടൂലല്ലോ. അപ്പോൾ പലപ്പോഴും ആളുകൾ എന്താ ചെയ്യുക, റിസ്ക് എടുക്കുന്നതിനുള്ള ചാൻസസ് ഒക്കെ അവർ ഒഴിവാക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലും ട്രിക്കിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് നോക്കും. അപ്പം എന്താ, ഓർഗനൈസേഷൻ അവിടെ സ്റ്റക്കായി നിൽക്കും. എല്ലാവരും എളുപ്പ വഴി നോക്കും. ആരും ഒരു ചലഞ്ചും എടുക്കാൻ റെഡി ആവില്ല. എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ആളുകൾ നോക്കുക. റിസ്ക് എടുക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ ഡെവലപ്പ് വളരുക. അതിന് കൾച്ചർ ഓഫ് അപ്രീസിയേഷൻ വളരെ വളരെ ഈ കൾച്ചർ ഇപ്പം ശരിക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇത് മുകളിൽ നിന്ന് മാത്രം വരേണ്ടതല്ല, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടതാണ്. അപ്പൊ മാത്രമേ അതൊരു കൾച്ചറായിട്ട് വരുള്ളൂ. അപ്പൊ ഇത് ശരിക്ക് ഇറ്റ്സ് വെരി പേഴ്സണലായ ഒരു സംഗതിയാണല്ലോ. ഇപ്പോൾ എനിക്കൊരാളൊരു സാധനം ചെയ്തു തന്നു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അത് നെഗ്ലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അത് അപ്രിഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു കൾച്ചർ ചിലപ്പോൾ ബോസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ടാവും. പക്ഷെ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അത് ഒരു സ്ട്രാറ്റജിക് ഡെസിഷനാണ്. അതിനൊരു ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഇത് യു ക്യാൻ, എല്ലാ ഓർഗനൈസേഷനും ഒരു കൾച്ചറുണ്ട്. either it is by default or it is by design. ബൈ ഡിഫോൾട്ട് ഉണ്ടായ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ പ്രശ്നങ്ങൾ കാണും. ബൈ ഡിസൈൻ ഉണ്ടായ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ഡിസൈൻ ദ കൾച്ചർ ഇൻ എ വേ യു വാണ്ടഡ്. അല്ലേ, നിങ്ങൾ നിങ്ങളുടെ ഒരു റൂം ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഹാപ്പി അബൌട്ട് ബീയിങ് ഇൻ ദ സ്പേസ്. അതേപോലെ തന്നെയാണ് കൾച്ചർ നമുക്ക് ഡിസൈൻ ചെയ്യാം. സോ ഒരു ആർക്കിടെക്ചറാണത്. നമ്മൾ ഓർഗനൈസേഷൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരു ബോർഡ് ഓഫീസിലൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ ഇന്ന് വൈകുന്നേരം പോണ സമയത്ത് നിങ്ങൾക്കൊരു സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ ഒരു കളർഫുൾ പേപ്പറിലോ ഒരു ചെറിയ ലവ് ലെറ്റർ എഴുതി വെച്ചിട്ട് പോവാം. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് പേഴ്സൺ ടുഡേ. ഐ ലവ്ഡ് വർക്കിംഗ് വിത്ത് ദിസ് പേഴ്സൺ. ഐ വാസ് വെരി സ്ട്രെസ്ഡ് ഔട്ട് ടുഡേ ആൻഡ് സംബഡി ഹെൽപ്പ് മീ. അല്ലെങ്കിൽ നിങ്ങൾ എഴുതാണ് അമിത, ഐ ലവ് ദ വേ യു ഹാൻഡിൽഡ് ദ പ്രോബ്ലം. അങ്ങനെ നിങ്ങൾ അവിടെ എഴുതി ഒട്ടിച്ചിട്ട് പോവുക. ചിലപ്പോൾ അൺനോൺ ആയിരിക്കും, ആരെ എഴുതി ഒട്ടിച്ചതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ പിരിഞ്ഞു പോണ സമയത്ത് ആ ബോർഡിനകത്ത് നിങ്ങൾക്കുള്ള ലവ് ലെറ്റർ ഉണ്ടാവും, എടുത്തിട്ട് പോവാം. അപ്പോൾ അത് ആൾക്കാരുടെ മനസ്സിൽ വല്ലാത്ത അതുണ്ടാക്കുന്ന ഒരു സുഖം എന്തായിരിക്കും. ഒരു ദിവസം കടന്നു പോണ സമയത്ത് അവരിങ്ങനെ ബോർഡിൽ നോക്കുമ്പോൾ 4-5 പേര് എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. ഐ കളക്ട് ഇറ്റ്. പിറ്റേ ദിവസം നിങ്ങളടുത്ത് ഒരാളൊരു ഹെൽപ്പ് ചോദിച്ചു വരുന്ന സമയത്ത് നിങ്ങളെ ബ്രെയിൻ അറിയാതെ അയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും. ഒരാളിങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് അയാളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ജസ്റ്റർ നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അതുണ്ടാവും. കാരണം അതിനെ ഇവിടെ വാല്യൂ ഉണ്ട്, അതിനെ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മളൊരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യും. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള ടിപ്സുകളുണ്ട്, പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. ചിലപ്പോൾ കുറച്ച് ഫണ്ണായിട്ടുള്ള ഗെയിമിഫൈഡ് ആയിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ടാവേണ്ടത് വീക്ക്ലി മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്ക്ലി മീറ്റിംഗ്സിൽ ഡെഫിനറ്റ്ലി ഷൗട്ട് ഔട്ട്സ് ഉണ്ടാവണം. ആരോടൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ആണ്, ആരോടൊക്കെയാണ് ഈ ഒരു വീക്ക് കടന്നു പോകുമ്പോൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് എന്ന് പറയണം. അങ്ങനെ ഉള്ളൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് ഇവിടെ വരാൻ ഇഷ്ടമുണ്ടാവും, സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിന്റെ ഇടക്ക് വലിയ ടാസ്കുകളൊക്കെ അവർ അച്ചീവ് ചെയ്ത് പോയിട്ടുണ്ടാവും. സാലറി ഒരു എക്സ്റ്റെൻഡ് വരെ സാലറി അല്ലാത്ത ചില മാറ്റേഴ്സും കൂടെ ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, യു ഹാവ് 10x സാലറി, 10x ഏണിംഗ് ആൻഡ് യു ഓൾസോ ഹാവ് 10x ബേൺ ഔട്ട്. അതാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിച്ച പണിയെടുക്കണം, പട്ടിപ്പണിയെടുക്കണം, അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറയും. അപ്പൊ എന്താ സംഭവിക്കുക, നല്ല ഏർണിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവസാനം ഈ ഏർണിങ്സ് ഒക്കെ എവിടെ കൊണ്ടു കൊടുക്കാനേ ബാക്കി ഉണ്ടാവുള്ളൂ, ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാനേ ബാക്കി ഉണ്ടാവുള്ളൂ. കാരണം ഇൻഡസ്ട്രിയൽ ഏരിയ എല്ലാം ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ചില കമ്പനികൾ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മരിച്ച് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട്.
പക്ഷെ ആ സമയത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കമ്പനി വളരെ ലവ്ലി ആയിട്ടുള്ള വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലൂബ്രിക്കൻ. നമ്മളിപ്പോൾ ഒരു മെഷീനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഹാർഡായിട്ട് മെഷീൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് സം ലൂപ്സ്. പക്ഷേ ഈ ലൂപ്സ് ഇപ്പം നടക്കുന്നത് ചിലപ്പോൾ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു ആക്ടിവിറ്റിയിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ ഡെയിലി ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നോട്ടീസ് ബോർഡ് വഴിക്കോ അല്ലെങ്കിൽ വീക്കിൽ ഭയങ്കര രസകരമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അത് കൃത്യമായ ഇടവേളയിൽ തന്നെ നിങ്ങളെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറ്റണ്ടേ? അതെ, വല്ലപ്പോഴും മാറ്റിയിട്ട് കാര്യമില്ലല്ലോ, ആ കൃത്യമായ സമയത്ത് മാറ്റണ്ടേ. അപ്പൊ അതൊരു ഡെയിലി സിഗ്നലാണ്, മൈക്രോ ഫ്യൂവൽസ് ആണ്. അതെ, ഇടക്കിടക്ക് ഈ സാധനം കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ കുറച്ചും കൂടി ഒരു ഹ്യൂമൻലി സ്പേസ് ആയിട്ട് അവിടെ ഓർഗനൈസേഷൻസ് മാറും. അവിടെ നിങ്ങൾക്ക് ജോയ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കാണാൻ പറ്റും. അവിടെ കുറച്ചും കൂടെ മനുഷ്യത്വമൊക്കെ കാണാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി ഭയങ്കര അടിപൊളിയായിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും ആൾക്കാർ. അത് നിങ്ങൾ ആനുവലി നിങ്ങളുടെ ബിസിനസ്സിലെ ടേൺ ഓവർ എടുത്ത് നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇതൊക്കെ നിങ്ങൾക്ക് ഇൻ ടേംസ് ഓഫ് ഫിനാൻസ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് കാണാം. ഇതിലിപ്പോ വരുന്ന ഒരു എക്സ്പെൻസ് നോക്കിയാലും വളരെ ചെറിയൊരു എക്സ്പെൻസിൽ എന്ത് ചെലവാണ് ഇതിനുള്ളത്? ഒരാളോട് ഒരു നല്ല വാക്ക് പറയാൻ വല്ല ചെലവുണ്ടോ? ഒരു കൾച്ചർ രൂപീകരിക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റേ വരുന്നുള്ളൂ. പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് ടേൺ ഓവറിൽ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബോസ് അല്ലെങ്കിൽ എംപ്ലോയി എന്നുള്ളൊരു കൾച്ചർ ഇല്ല അവിടെ. പിന്നെ എല്ലാവരും പരസ്പരമുള്ള ഹ്യൂമാനിറ്റിയിൽ നിന്നുകൊണ്ട് അവിടെ എനർജിക്ക് പകരം സിനർജിയായി ഒരു ഡെവലപ്മെന്റിലേക്ക്. നിങ്ങളെ ഫിനാൻസ് ടീം ഒരിക്കലും നോ പറയാത്ത പ്രോജക്റ്റ് ആയിരിക്കും. അതെ, സീറോ ഇൻവെസ്റ്റ്. അതെ. ATBC, profit with purpose, prosperity for all.